കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മുടെ അയൽ രാജ്യം ഉറപ്പായിട്ടും നമ്മുടെ ശത്രു രാജ്യം തന്നെയാണ്. പാകിസ്ഥാനിൽ നിന്ന് പല രീതിയിലുള്ള കമൻറ്റുകളാണ് അവിടുത്തെ സീനിയർ പൊളിറ്റീഷ്യൻസ്, പട്ടാളത്തിലെ റിട്ടയർ ആയിട്ടുള്ള സൈനിക മേധാവികൾ, അവിടുത്തെ സ്കോളേഴ്സ്, റൈറ്റേഴ്സ്, എക്കണോമിസ്റ്റൊക്കെ ഇന്ത്യയെ പറ്റി പറയുന്നത് എന്താണെന്ന് നോക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇന്ത്യയുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയതാണ്. അപ്പം ആ ഡിവിഷനെ പോലും പരോക്ഷമായിട്ട് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ആ നടന്ന വിഭജനം തെറ്റായിപ്പോയി എന്ന് വരെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ, എലക്റ്റഡ് MP-മാർ വരെയുണ്ട്. എന്താണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇന്ത്യയെ പറ്റി കഴിഞ്ഞ 1 വർഷം മുമ്പ് പറഞ്ഞത്? അതായത് ഒരു സമയത്ത് ഇന്ത്യക്ക്, അതായത് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് $1 ബില്യൺ പോലും ഇല്ലായിരുന്നു ഇന്ത്യയുടെ കയ്യിൽ, അതായത് വിദേശത്തു നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുവാൻ. ഇന്ന് ഏകദേശം അദ്ദേഹത്തിൻ്റെ സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോട്ട് ചെയ്യുകയാണ്, $650 ബില്യൺ ഇന്ത്യയുടെ കയ്യിൽ റിസർവ് ഉണ്ട്. അതേപോലെ G20 ഉച്ചകോടി ഇന്ത്യ നടത്തുന്നു. ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു. ഒരു ഗ്ലോബൽ പവറായിട്ട് ഇന്ത്യ മാറുന്നു. ഇത് അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ ഷബാസ് ഷെരീഫിൻ്റെ ബ്രദറുമായ നവാസ് ഷെരീഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് കഴിഞ്ഞ സമയത്ത്, അതായത് 4 ദിവസം മുമ്പ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഉണ്ടായ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സീനിയർ നേതാവ്, അദ്ദേഹം മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അദ്ദേഹം പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സൂപ്പർ പവറായിട്ട് പോകുന്നു. പാകിസ്ഥാൻ ലോകം മുഴുവനും നടന്ന് തെണ്ടുന്നു. ഈ വാക്കാണ് പറഞ്ഞത്. കാരണം 5 രൂപയില്ല, 5 പൈസയില്ല, ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. അവിടുത്തെ ഫിനാൻസ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടും കാശ്മീർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് നടത്തിയത്. മറ്റൊരു നേതാവ്, പാകിസ്ഥാൻ സീനിയർ പാർലമെൻറ്റേറിയൻ, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ വിഭജനം 1947 നടന്നത് തെറ്റായിപ്പോയി. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം എവിടെ നിൽക്കുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങോട്ട് പോകുന്നു, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ലോകത്ത് എവിടെ പോയാലും പാകിസ്ഥാൻകാരനെ ഒരു ടെററിസ്റ്റായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ള ജനതയ്ക്ക്. അതായത് എവിടെയെങ്കിലും എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞ കോട്ട് പറയാം, അതായത് ഒരു MP ആണെങ്കിലും ഒരു സീനിയർ പട്ടാള ഓഫീസർ ആണെങ്കിലും പാകിസ്ഥാനിലെ മുതിർന്ന ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ പോലും ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും പാസ്പോർട്ട് പാകിസ്ഥാനാണ്, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ ഒരു തീവ്രവാദിയായിട്ടാണ് എയർപോർട്ടിലും മറ്റുള്ള സെക്യൂരിറ്റി എല്ലായിടത്തും നോക്കിക്കാണുന്നത്. എന്തിനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചത്? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോൺ പത്രം ഒരു ലേഖനം എഴുതി, ഈ ആൾക്കാരുടെ എല്ലാം കോട്ട് ചെയ്ത് അത് ട്വിറ്ററിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള റിട്ടയർ ചെയ്ത ഒരു മിലിറ്ററി മേജർ ജനറൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കുവാണ്. ആ കമൻറ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞ കമൻറ്റാണ് ഇൻട്രസ്റ്റിംഗ്. ഒരു സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ബോംബുകളും ടെററിസ്റ്റുകളെ ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ടു, കാരണം ഇന്ത്യയിൽ ബോംബും ബ്ലാസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിന് ഞാനും ഒരു ഉത്തരവാദിയാണ്. അതായത് കാശ്മീർ ടെററിസം, ജിഹാദി ഇസ്ലാമിക് ടെററിസത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ ഇന്ന് ബോംബ് വെക്കാൻ പറ്റത്തില്ല. ഈ പോയ ടെററിസ്റ്റുകളും ഗൂഢാലോചന നടത്തിയവരൊക്കെ പാകിസ്ഥാനിൽ അവരെ ആൾക്കാർ വന്ന് കൊല്ലുന്നു. നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല ആരാണ് ഇവരെ കൊല്ലുന്നത്. അതായത് പാകിസ്ഥാൻ ലോകത്തോടെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇവരൊന്നും പാകിസ്ഥാനിലില്ലെന്നാണ്, ഇവരൊക്കെയാണ് കൊല്ലപ്പെടുന്നത്. എന്നിട്ട് ഇപ്പോഴെന്താണ് സ്ഥിതി? അദ്ദേഹം അത് മനോഹരമായ അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നത്, അവിടെ പൊട്ടിക്കാൻ പറ്റാത്ത ബോംബുകളെല്ലാം കൊണ്ടുവന്ന് ഇന്ന് പാകിസ്ഥാനിൽ പൊട്ടിക്കുന്നു. അത് ആര് നമ്മൾ വളർത്തി വിട്ടു, അവർ തിരികെ ഇവിടെ വന്ന് അവർ പൊട്ടിക്കുന്നു. എന്നിട്ട് മേജർ ജനറലിൻ്റെ കമൻ്റാണ്, അതായത് നമ്മൾ എന്തുദ്ദേശിച്ചു ഇന്ത്യയെപ്പറ്റി, ഇന്ന് അതിനേക്കാൾ അതിരൂക്ഷമായിട്ട് പാകിസ്ഥാൻ്റെ നാഷണൽ സെക്യൂരിറ്റി തകർന്നു. പല ഭാഗത്തും പാകിസ്ഥാൻ പട്ടാളത്തിന് പോകാൻ പറ്റുന്നില്ല.
അവിടെയെല്ലാം ബോംബുകൾ പൊട്ടുന്നു. പാകിസ്ഥാനും മിലിറ്ററി ഹോസ്പിറ്റലിലും ക്യാമ്പിലും മിലിറ്ററി സൈനികർ അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ബോംബ് പൊട്ടുന്നു, കന്റോൺമെന്റുകളിൽ ബോംബ് പൊട്ടുന്നു. ആരാണ് വളർത്തിയെടുത്തത്? നമ്മൾ തന്നെ വളർത്തിയെടുത്തവർ നമുക്കെതിരെ ബോംബ് വെക്കുന്നു. അപ്പം അദ്ദേഹം അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇതാണ് ഇസ്ലാമിക തീവ്രവാദം. ഒരിക്കലും ഇസ്ലാമിക തീവ്രവാദം ജിഹാദിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. നമ്മളൊരു ഇസ്ലാമിക രാജ്യമായി മാറി. ഇന്ന് അവിടെ നടക്കുന്നില്ല, എല്ലാം ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നു, സ്വന്തം സഹോദരന്മാരെ തൊലയ്ക്കുന്നു. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള നിങ്ങൾ എന്ത് പറഞ്ഞാലും, അതായത് കേരളത്തിലുള്ള ജമാഅത്തെയും അവരുടെ പത്രവും ചാനലും ഒക്കെ ഉണ്ട്, അവർ പൂർണ്ണമായിട്ടും മോഡിയെ തെറി വിളിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ വലിയ മാറ്റം, അതായത് നരസിംഹ റാവു തുടങ്ങിയ ലിബറലൈസേഷൻ പോളിസി, പിന്നീട് മൻമോഹൻ സിംഗ്, അതിനുശേഷം അതിനൊരു പൂർണ്ണ രീതിയിലോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയും എക്കോണമി, അത് ലോകരാജ്യങ്ങളും ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട്, ഇന്ത്യയെ പുതിയ രീതിയിലോട്ട് മാറ്റി. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. പാകിസ്ഥാനിൽ തന്നെ അവരുടെ പാർലമെൻറ്റിൽ യുനാനിമസായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇന്ത്യ എങ്ങോട്ട് പോകുന്നു. പാകിസ്ഥാൻ ലോകം മുഴുവനും നടന്ന് തെണ്ടുന്നു. അതായത് ഒരു ഇസ്ലാമിക രാജ്യത്തിന് പറ്റിയ ഗതികേട്, അതായത് ഇന്ത്യയിൽ നിന്നും പോയി വിഭജിച്ചാണ്, അവർക്ക് അവരുടെ ഇസ്ലാമിക രാജ്യം വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇന്ന് അവർ തന്നെ പാശ്ചാത്തപിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതായത് ഇന്ത്യയുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഒരു പട്ടിണി രാജ്യമായിട്ട് ഇത്രമാത്രം അരാജകത്വം, ഒരു ഭീകര രാജ്യമായിട്ട് ലോകം മുഴുവനും സ്റ്റാമ്പടിക്കുന്നു, ലോകത്തെവിടെയും പോകാൻ പറ്റുന്നില്ല. ആ രീതിയിൽ പാകിസ്ഥാനെ ആക്കിയതിൻ്റെ കാരണക്കാരാരാണ്? ഇതിനെപ്പറ്റി ഉറപ്പായിട്ടും പാകിസ്ഥാൻ ജനത ചിന്തിക്കുന്ന ഒരു രീതിയിലോട്ടാണ് നമുക്കിനി കാണാനുള്ള ദിവസങ്ങൾ.